കേരളത്തിന് പുറത്ത് ഇതേപോലെ കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില ഗവർണർമാർക്ക് അടുത്ത ഘട്ടത്തിൽ അടുത്ത പദവി ലഭിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പദവി ആഗ്രഹിച്ചുകൊണ്ട് ഞാനിതാ ഇവിടെ പ്രവർത്തിക്കുന്നു, ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നതെന്ന് സംശയിക്കുന്നുണ്ട്. അതിനുള്ള വിമർശനവും പരിഹാസവും ഒക്കെ ഉണ്ടാകും. പക്ഷേ തിരിച്ച് ക്രിമിനൽസ് എന്ന വാക്കിനോളം മോശമായ ഒരു വാക്കാണോ മറ്റേത്? ഗവർണർ എന്തിനാണ് ഇങ്ങനെ തരം താഴുന്നത്? എന്തിനാണ് തരം താഴുന്നത്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ത്രാസ് കൊണ്ടൊന്ന് തൂക്കി നോക്കാം. ക്രിമിനൽസ് എന്ന വാക്കാണോ മോശം, കീലേരി അച്ചു എന്നുള്ള വാക്കാണോ മോശം എന്നൊരു ത്രാസ് കൊണ്ടൊന്ന് തൂക്കി നോക്കാം. എന്താണ് ഈ പറയുന്നത്? ദീസ് ബോത്ത് ആർ ബാഡ് വേർഡ്സ്, ബോത്ത് ആർ ബാഡ്, ഷുഡ് നോട്ട് ഹാവ് ബീൻ യൂസ്ഡ് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യമായ ഭാഷ ഉപയോഗിച്ച് ശരി, മാന്യമായ ഭാഷ. എന്തിനായിരുന്നു സമരം? എന്തിനാണ് ഗവർണർക്ക് ഇത്ര പ്രകോപനം ഉണ്ടായത് എന്നതിലേക്ക് കൂടി താങ്കൾ കടക്കണം. താങ്കൾ മാത്രം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.